അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണല്ലോ ഈ വിവരം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ പുറത്തുവിട്ടത്. ഈ അശ്ലീല ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണങ്ങളും വാസ്തവത്തിൽ കേരളത്തിന്റെ പൊതു സംസ്കാരത്തിന് അവഹേളനം ഏർപ്പെടുത്തുകയും ചെയ്തത്, അപമാനിക്കുകയും ചെയ്തത്. ഒരു സ്ത്രീ, അതും ഒരു പൊതുപ്രവർത്തക ഷൈൻ ടീച്ചറെ സംബന്ധിച്ചോളം ഒരിക്കലും എന്താ പറയുക, നമ്മുടെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത, നട്ടാൽ കുരുക്കാത്ത പച്ച കള്ളങ്ങൾ നിരത്തി ഒരു വനിതയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമായ പ്രവൃത്തി തന്നെയാണ്, ഒരു സംശയമില്ല. കാര്യം ഇവരൊക്കെ വാസ്തവത്തിൽ ജയിൽവാസം അനുഭവിക്കേണ്ടവരാണ്. നമ്മുടെ നാട്ടിലുമാണ് ഇത് ഇത്ര കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നത്. ചോദ്യം ചെയ്യാൻ ആരുമില്ല, നിയമ നടപടികളൊന്നും സ്വീകരിക്കത്തില്ല എന്നുള്ള ഹുങ്കാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പാശ്ചാത്യ നാടുകളിലൊക്കെ, ഞാനവിടെയൊക്കെ ജീവിച്ച ആളാണ്, പാശ്ചാത്യ നാടുകളിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുടെ വിദൂരമായ രീതിയിലുള്ള സൂചനകൾ ലഭിച്ചാൽ പോലും അവർ വിത്തൗട്ട് ബെയിൽ, ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് സാക്ഷാൽ ഗാനഗന്ധർവ്വൻ യേശുദാസിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ ആനന്ദ്, അതെല്ലാം വാർത്തകളിൽ വന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ആനന്ദ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അമേരിക്കയിലെ ഇറ്റാലിയൻ മോഡൽസിനെ ദുരുദ്ദേശത്തോടെ നോക്കി എന്നൊരൊറ്റ കുറ്റം ചാർത്തി അയാൾ ആയുഷ്കാലം ജയിലില്ല, ജീവിതം മുഴുവനും, ഒരു ബെയിൽ പോലും കിട്ടുന്നില്ല, ന്യൂയോർക്കിലെ ജയിലില്ല. അത്ര കർശനമായ നടപടികളാണ് പാശ്ചാത്യ നാടുകളിലൊക്കെ സ്ത്രീത്വത്തിനെതിരെ അപമാനിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷകൾ. പക്ഷെ നമ്മുടെ നാട്ടില് കുറെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഓൺലൈൻ അക്കൗണ്ടും ഒക്കെ ഉള്ളവർ എന്ത് വൃത്തികേടുകൾ വിളിച്ച് ആർക്കെതിരെയും പറയാന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഷൈൻ ടീച്ചർ. ഷൈൻ ടീച്ചറിന്റെ മാനസികമായിട്ടുള്ള അവരുടെ ദൃഢത, അവരുടെ ബോൾഡ് ആയിട്ടുള്ള മാനസിക നില കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു തന്നത്. മറ്റൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഇത്രയ്ക്ക് വൃത്തികെട്ട കഥകൾ രചിക്കുമ്പോൾ അത് മക്കളും ഉള്ള ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ തുരിഞ്ഞേക്കാം. നമുക്ക് തന്നെ അറിയാം, കേരളത്തിലെ വിദ്വേഷ പ്രചാരകരായിട്ടുള്ള ചിലരുടെ ഇത്തരം വ്യക്തിഗതയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും ആത്മഹത്യ ചരിത്രങ്ങളും നിരവധിയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിൽ ഇവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്, ഒരു ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അത് അവർ നിർവഹിക്കട്ടെ. പോലീസ് തീർച്ചയായിട്ടും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇത്തരക്കാരെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അവർക്ക് ആവശ്യമായ ശിക്ഷകൾ നേടിക്കൊടുക്കുക എന്നുള്ളത് നിയമത്തിന്റെ ബാധ്യതയാണ്. ആ നിയമം അനുസരിച്ച് പോലീസ് മുന്നോട്ട് പോകുന്നതിനെ സ്വാഗതം ചെയ്യണം. ഒരിക്കലും കൂടി പറയാം, സ്ത്രീകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിക്കുന്നവരെ, സ്ത്രീ സൗഹാർദ്ദ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പൊതുസമൂഹമാണ് കേരളം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ട്. ആ ധാരണയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വേദിയിൽ വളരെ ഗ്ലാമറസ് ആയിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുകയും നല്ല സമീപനത്തിലൂടെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ തന്നെ പൊതുവികാരം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ തകർക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ശത്രുതയുടെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഉണരണം. ഇത് വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ബോംബ് പൊട്ടും എന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത്. ആ ബോംബ് ഇതാണോ അല്ലയോ എന്നുള്ളവരൊക്കെ നമുക്ക് അറിയത്തില്ല. പക്ഷെ അതൊക്കെ ഒരു ക്ലാരിറ്റി വരണം. കാരണം അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായിയും പറവൂർ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ ഒരു മണ്ഡലം സെക്രട്ടറിയാണ് ഇതിന്റെ കുറ്റവാളി. കൂടാതെ തന്നെ കേരളത്തിലെ ഒരു യൂട്യൂബർ KM ഷാജഹാനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി പോലീസിന്റെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് നോട്ടീസ് നൽകി ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളത് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഹാജരായാലും ഇല്ലെങ്കിലും നിയമത്തിന്റെ കർശന കരങ്ങൾ അവർക്കെതിരെ നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെടുക്കാൻ ആർജവമുള്ളൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരെ ഇന്നത്തെ കാര്യത്തിൽ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊക്കെ പിന്നെ എന്താ പറയാ, അവരൊക്കെ കോടതിയിൽ നിന്ന് ജാമ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മുടെ കോടതികൾ എന്തിനും ജാമ്യം കൊടുക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതികൾ പോലും ചിന്തിക്കണം ഇത്തരക്കാർക്ക് ജാമ്യം നൽകണമെന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിമർശനാത്മകമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നിയമ നടപടികൾ കർശനമായിട്ട് നീങ്ങട്ടെ. ബഹുമാനപ്പെട്ട കോടതികളൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്യും. നമ്മുടെ കോടതികളെ സംബന്ധിച്ചോളം കുറ്റമറ്റ കോടതികളാണ്. നമുക്ക് വളരെ ആശ്വാസം തരുന്നത് നമ്മുടെ നിയമസമിതി, നമ്മുടെ കോടതികളുമാണ്. പലപ്പോഴും ജനങ്ങൾക്ക് അവസാനമായിട്ട് ആശ്രയിക്കാവുന്നത് കോടതികളില്ല. തീർച്ചയായിട്ടും 100% നീതിപൂർവമായ കോടതി വിധികളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്കൊരു വളരെ ആശ്വാസമുണ്ട്. പോലീസിന്റെ നടപടികൾ ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരെ ജയിലിലടയ്ക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകട്ടെ. ഇതൊരു തിരുത്തലായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരണമെന്നുള്ള ആഗ്രഹമാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.